பேச்சலாம் தாலாட்டு போல என்னை உறங்க வைக்க நீ இல்லை. தினமும் ஒரு முத்தம் தந்து காலை காஃபி கொடுக்க நீ இல்லை. അഞ്ജു, നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഇന്നലത്തെ പോലെ പിന്നെ വൊമിറ്റ് ഒന്നും ചെയ്തില്ലല്ലോ? കുഴപ്പമില്ലല്ലോ? എന്താ നീ ഒന്നും മിണ്ടാത്തെ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഏയ് ഇല്ല, എനിക്കിപ്പോ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. കാർത്തിക്, ഞാൻ റെഡിയായി. നീ റെഡി ആയിട്ട് ഇരിക്കുവാണോ? നിന്നെ വെയിറ്റ് ചെയ്ത് ഇരിക്കുവായിരുന്നു. എന്നാ നമുക്ക് ഇറങ്ങിയാലോ? എടാ, നമ്മള് മാത്രാണോ? അഞ്ചു വരുന്നില്ലേ? ഏയ്, അവളൊന്നുമില്ല. അവളെയും കൊണ്ട് ഇപ്പൊ കറങ്ങാൻ പോവാനൊന്നും പറ്റില്ല. അതും ശരിയാ. എന്നാ അവളും കൂടി ഓക്കെ ആയിട്ടുള്ള ഒരു ദിവസം പോയാ പോരെ നമുക്ക്? അങ്ങനെ ഒരു ദിവസം നമുക്ക് വേറെ പോവാന്നേ. ഇപ്പൊ എന്തായാലും നീ റെഡി ആയില്ലേ? ഇപ്പൊ തന്നെ നീ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ഞാൻ നിന്നെ എവിടെയും കൊണ്ടുവന്നില്ല എന്നുള്ള പരാതി അങ്ങ് തീർക്കാം. അതുകൊണ്ടാ നീ വേഗം വരാൻ നോക്ക്. അഞ്ചു, നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, എനിക്കിപ്പോ പ്രശ്നമൊന്നുമില്ല. അങ്ങനെയെങ്കിൽ നിനക്കും ഞങ്ങളുടെ കൂടെ വന്നൂടെ? നീ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നു. ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ രണ്ടും കൂടി പോയാൽ മതി. ഞാനിപ്പോ ഓക്കെ ആണെന്നേ ഉള്ളൂ. ട്രാവൽ ചെയ്യാനൊന്നും പറ്റില്ല. എന്നാ കാർത്തി, ഞാനുമില്ല. എനിക്കെന്തോ ഒരു മൂടില്ല. പെട്ടെന്ന് അഞ്ജുവിന് സുഖമില്ലാതായാലോ? നമ്മൾ ആരെങ്കിലും ഇവിടെ അടുത്ത് വേണ്ടേ? അവൾ ഓക്കെ ആയിട്ട് നമുക്ക് പോവാം. ഞാൻ കുറച്ചു ദിവസം കൂടി ഇവിടെ കാണുമല്ലോ. തിയ, കളിക്കല്ലേ. ഇന്നലെ വരെ എനിക്ക് ബോറടിക്കുന്നു, ഞാൻ എവിടെയും കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞ്. അതുകൊണ്ടാ ഇന്നത്തെ പ്രാക്ടീസ് പോലും മാറ്റി വെച്ച് നിന്നെ കൊണ്ട് ഔട്ടിങ്ങിന് പോകാന്ന് വെച്ച്. എന്നിട്ടിപ്പോ നീ അഞ്ജുവിന്റെ കാര്യം നീ നോക്കണ്ട. അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവൾ എന്നെ വിളിച്ചോളും. നീ വരാൻ നോക്ക്. എന്റെ പൊന്നോ, ഞാൻ വരാം, നീ നടക്ക്. എന്നാ അഞ്ജു, ഞങ്ങള് പോയിട്ട് പെട്ടെന്ന് വരാവേ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാ ഞങ്ങളെ വിളിക്ക്. ഓക്കെ? നിങ്ങളെ പോയിട്ടാ. അഞ്ജു, എന്നാ ഞാൻ ഇവളെ കൊണ്ട് ഇവിടേക്കൊന്ന് കറങ്ങിയിട്ട് വരാം. ഇവളുടെ പരാതി തീർക്കണമല്ലോ. പിന്നെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നീ എന്നെ വിളിക്കണം. ഓക്കെ? ഇവളെന്താ ഒന്നും മിണ്ടാത്തെ? അഞ്ജു, ഞാൻ പറഞ്ഞതൊക്കെ കേട്ടോ? എന്നെ വിളിക്കണം. ശരി, എന്നാ പോയിട്ട് വരാം. പോയേക്കുന്നു അവളുടെ കൂടെ കറങ്ങാൻ. എന്റെ ഇഷ്ടമൊന്നും നോക്കണ്ടല്ലോ. അവൾക്ക് പോലും താല്പര്യമില്ല. എന്നിട്ടാ നിർബന്ധിച്ച് കൊണ്ടേക്കുന്നേ. അതും പ്രാക്ടീസ് പോലും മാറ്റിവെച്ച്. അവൾക്കാണല്ലോ പ്രയോറിറ്റി കൂടുതൽ. ഞാനിവിടെ തനിച്ചായാൽ അവനെന്താ ഒരു പ്രശ്നവുമില്ല. ഞാൻ അവന്റെ ആരാ? അവൻ എന്നോട് എല്ലാം പറയുന്നത് കള്ളവാ. എല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെയല്ലേ വരിക. ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. കുഞ്ഞ്, ഭക്ഷണം എടുക്കട്ടെ? വേണ്ട, എനിക്കിപ്പോ ഒന്നും വേണ്ട ലില്ലേച്ചി. ഞാൻ പറയാം. ഇവളെന്താ ഫോൺ എടുക്കാത്ത? എത്ര നേരമായി ഞാൻ അടിക്കുന്നത്? എന്തോ പറ്റിയിട്ടുണ്ട്. ഞാൻ ഇവളെയും കൊണ്ട് വന്നത് അവൾക്ക് ഇഷ്ടമായി കാണില്ലേ? അത് പറഞ്ഞപ്പോൾ തൊട്ട് അവള് മൂഡ് ഓഫ് ആയ പോലെ. ഇനി എനിക്ക് തോന്നിയതാവോ? എന്നാലും എന്തോ ഉണ്ട്. ഇനി എന്താ ചെയ്യാ? വേഗം വീട്ടിലോട്ട് പോയാലോ? വേണ്ട, അത് ദിയക്കിനി പുല്ല്. അവൾ ഫോൺ കൊടുക്കുന്നില്ല. കാർത്തി, കാർത്തി, എടാ കാർത്തി, നീ ഞാൻ വിളിക്കുന്ന കേൾക്കുന്നില്ലേ? നീ എന്താണ് ഇങ്ങനെ നോക്കിയിരിക്കുന്നേ? കാര്യമായിട്ട് എന്തോ ആലോചനയിലാണല്ലോ. ദേ, നിന്റെ ഫുഡ് പോലും അടങ്ങിയിട്ടില്ല. ഒന്ന് പോയി കഴിക്ക്. എന്താടാ, എന്ത് പറ്റി? നീ എന്താ ഇത്ര നേരം ആലോചിച്ചിരുന്നേ? അത് പിന്നെ അഞ്ജു അവള് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അതാണോ? അവള് ചിലപ്പോ ലഞ്ച് കഴിച്ച് കിടന്നിട്ടുണ്ടാവും. ഉച്ചക്ക് അവക്ക് ഒരു ഉറക്കം ശീലം ഉള്ളതാണല്ലോ, അതായിരിക്കും.
അത് ശരിയാ, എന്നാലും അതല്ല, എന്തോ ഒരു മിസ്സിങ്. അഴണോ? എന്ത് മിസ്സിങ്? നീ എന്താടേ പറയുന്നേ? എടാ, അത് ഞാൻ എപ്പോ വിളിച്ചാലും അവൾ കോൾ എടുക്കാറുണ്ട്. അത് ഉറങ്ങാണെങ്കിൽ പോലും ഞാനാണെന്ന് കണ്ട അവൾ എടുക്കും. പക്ഷേ ഇന്നെന്തോ അവള് ഫോൺ എടുക്കുന്നില്ല. മാത്രമല്ല, ഞാൻ അവിടുന്ന് ഇറങ്ങിയപ്പോ തൊട്ട് അവളെന്താ മൂഡ് ഓഫ് ആയ പോലെ. നിനക്ക് അവള് മൂഡ് ഓഫ് ആണെന്ന് തോന്നാൻ കാരണം? അതെനിക്ക് ശരിക്കും അറിഞ്ഞൂടാ. പക്ഷേ നമ്മൾ രണ്ടും പുറത്തു പോവാന്ന് പറഞ്ഞതിന് ശേഷം അവള് മൂഡ് ഓഫ് ആയത്. എനിക്കങ്ങനെ തോന്നിയത് അപ്പോഴാ. അതാ അവള് മനഃപൂർവ്വം ഫോൺ എടുക്കാതിരിക്കുവാണോ എന്ന് എനിക്കൊരു ഡൗട്ട്. എന്നാ നിന്റെ ഡൗട്ട് ശരിയാ, അവള് മനഃപൂർവ്വം തന്നെയാ ഫോൺ എടുക്കാത്തെ. നീ എന്താടി അങ്ങനെ പറയണേ? നിനക്കെന്താ ഇത്ര ഉറപ്പ്? എടാ ബുദ്ധൂസേ, നമ്മളെ രണ്ടേന്ന് പുറത്തു പോയത് അവൾക്ക് ഇഷ്ടായിട്ടില്ല. 100% ഉറപ്പാ. ആർക്കാ ഇഷ്ടാവാ? നീ തന്നെ ഒന്ന് പറ. എന്ന് വെച്ചാ? നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അവള് പ്രഗ്നന്റ് ആയ സമയം, അവൾക്ക് ഒട്ടും വയ്യ. ആ സമയത്ത് നീ പ്രാക്ടീസും മുടക്കി നീ എന്നെ കൊണ്ട് ഔട്ടിങ്ങിന് പോവാന്ന് കണ്ട അവക്ക് ദഹിക്കോ? അവക്ക് നല്ല ഒരു പെണ്ണിനും ദഹിക്കില്ല. അവളുടെ സ്ഥാനത്ത് സപ്പോസ് ഞാനാണെങ്കിൽ നിന്നെ വെട്ടിക്കീറി അടുപ്പിലാക്കിയേനെ. എന്റെ ഈശ്വര, അങ്ങനെയാണെങ്കിൽ നിനക്കിത് ആദ്യം പറഞ്ഞുകൂടായിരുന്നോ? ഞാനിത് വേണ്ടെന്ന് വെക്കില്ലേ? ചെക്ക, ഞാനൊരു 100 വട്ടം നിന്നോട് പറഞ്ഞതാ 5 കൂടി ഓക്കെ ആയിട്ട് എല്ലാവർക്കും ഒരുമിച്ച് പുറത്തു പോവാന്ന്. ഇംഗ്ലീഷിലല്ല പറഞ്ഞത്, മലയാളത്തിൽ തന്നെയല്ലേ. പിന്നെന്താ? അപ്പം നിനക്ക് വലിയ പറയിപ്പിക്കല്ലേ എന്നെ കൊണ്ട്. അത് ശരി. അതിപ്പോ എനിക്കറിയോ അവളുടെ മനസ്സിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന്? ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നിനക്കത് പറയായിരുന്നല്ലോ. ഞാൻ പറയാതെ പറഞ്ഞില്ലടാ, അവള് കൂടി ഓക്കെ ആയിട്ട് പോയാ മതിയത്. നീ പൊട്ടനാണെന്ന് എനിക്കറിയാം, പക്ഷെ ഇതുപോലെ മരപ്പൊട്ടനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഷോ, ഇനി ഞാൻ എന്ത് ചെയ്യൂടെ? നീ പറഞ്ഞ പോലെ അവക്കിപ്പോ എന്നോട് ദേഷ്യായിരിക്കും അല്ലേ? ഞാൻ എന്തൊരു പൊട്ടനാ. ഹോ, സമാധാനായി. ഈ സത്യങ്ങളും നീ അംഗീകരിച്ചല്ലോ. നീ അത് വിട്. ഞാനിനി എന്ത് ചെയ്യും? അവളെ എങ്ങനെയാ ഒന്ന് ഓക്കെയാക്കി എടുക്ക? ഇപ്പൊ തന്നെ വീട്ടിലോട്ട് പോയാലോ? ബെസ്റ്റ്, നീ അങ്ങോട്ട് കേറിക്കൊടു. നീ ഇപ്പൊ പോയാലും എപ്പോ പോയാലും കണക്കാ. വരാനുള്ളത് എന്തായാലും നീ സഹിച്ചേ പറ്റും. അതും ശരിയാ. എന്നാ പിന്നെ ഏതായാലും നനഞ്ഞു, കുളിച്ചിട്ട് കയറാം. നിനക്കിനി എവിടെയാ പോണെന്ന് പറഞ്ഞേ? ആദ്യം നീ ഫുഡ് ഒന്ന് തീർക്ക്, എന്നിട്ട് പറയാം. അയ്യോ കുഞ്ഞെ, എന്താ കുഞ്ഞെ ഇത്? ഈ നേരായിട്ടും ഒരു വക കഴിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാ? അല്ലെങ്കിലേ മോൾക്ക് വയ്യ, അതിൻ്റെ ഇടയിൽ കൂടെ ഭക്ഷണം കൂടി കഴിക്കാതിരുന്നാൽ ശരിയാവില്ല. ഞാൻ എന്തായാലും ഒരു ഗ്ലാസ് ജ്യൂസ് കൊണ്ടുവരാം, അത് കുടിക്കാതിരിക്കരുത്. മോളെ എണീക്ക്, ഞാൻ റൂമിൽ കൊണ്ടേ കിടത്താം. വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ലീലേച്ചി പോയി ജ്യൂസ് എടുത്തോണ്ട് വാ, ഞാൻ ഒറ്റക്ക് പൊക്കോളാം. അയ്യോ ഈശ്വര, അഞ്ജു! പേടിക്കാനൊന്നുമില്ല നന്ദു, ഇതൊക്കെ ഈ സമയത്ത് സർവ്വസാധാരണാണല്ലോ. പിന്നെ അവള് ഫുഡൊന്നും കഴിച്ചിട്ടില്ല, അതാ അവള് ഫെയിൻ്റായെ. സമാധാനമായി. പെട്ടെന്ന് ലീലേച്ചി വിളിച്ച് അഞ്ച് ബോധമില്ലാതെ കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോ എൻ്റെ ജീവനങ്ങ് പോയി. എന്നാലും ഇപ്പൊ പ്രശ്നമൊന്നുമില്ലല്ലോ. ഒരു പ്രശ്നവുമില്ല. പ്രഗ്നൻസിയിൽ സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് മാത്രമേ ഇപ്പൊ അഞ്ജുവിനുള്ളൂ. പിന്നെ പ്രോപ്പറായി ഫുഡ് കഴിക്കഴിഞ്ഞാൽ ഇതുപോലെ പലതും സംഭവിക്കും. അതുകൊണ്ട് സമയത്തിന് ആഹാരം കഴിക്കണം, അതുപോലെ എപ്പോഴും വെള്ളം കുടിക്കണം. ഇതൊന്നും ശ്രദ്ധിക്കാതിരിക്കരുത്. അപ്പോഴാണ് നമുക്ക് ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളും വരിക. അവള് സമയത്തിന് ആഹാരവും വെള്ളമൊക്കെ കഴിച്ചിരുന്നതാ. ഇന്നെന്ത് പറ്റിയെന്ന് അറിയില്ല. ഇനി എന്തായാലും ശ്രദ്ധിക്കണം. ഇപ്പൊ ഞാൻ എന്തായാലും അവൾക്ക് ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് മെഡിസിൻ ഒന്നും ഇരുന്നില്ല, വൈറ്റമിൻ്റെ ടാബ്ലറ്റ് ഉണ്ട്, അത് മുടങ്ങാതെ കഴിക്കണം. ശരി, അതൊക്കെ ഞാൻ ഇനി മുടങ്ങാതെ കൊടുത്തോളാം. ഞാൻ എന്തായാലും അവളെ എൻ്റെ അടുത്തോട്ട് കൊണ്ടുപോവാം. അപ്പോൾ അഞ്ജു നിന്റെ കൂടെ അല്ലായിരുന്നോ? കിച്ചുവിൻ്റെ കൂടെ ആയിരുന്നോ നിന്നിരുന്നേ? ഏയ് അല്ല, അവള് കാർത്തിയുടെ കൂടെയല്ലേ. ഓ, പറയാൻ മറന്നു, അഞ്ജുവിൻ്റെ കല്യാണം കഴിഞ്ഞു. എല്ലാം പെട്ടെന്നായിരുന്നു, നാട്ടിൽ വെച്ച്. അതുകൊണ്ട് ആരോടും പറയാനൊന്നും പറ്റിയില്ല. അത് കൊള്ളാലോ, അതേതായാലും നന്നായി. അന്ന് അവളിവിടെ വന്നപ്പോൾ ഞാൻ ചോദിച്ചതാ ഈ കുഞ്ഞിനെ കൊല്ലണോന്ന്. അവളൊന്നും പറഞ്ഞില്ല.
പക്ഷെ അവളെടുത്ത തീരുമാനം നല്ലതാ. എപ്പോ ആണോ? ഞാനെന്നാ ഉടനെ തന്നെ വരാം അങ്കിൾ. ഓക്കെ. എന്താടാ, എന്ത് പറ്റി? ആരാ വിളിച്ച? നീ എന്താ വല്ലാതെ ടെൻസ്ഡ് ആയിട്ട്? അത് ദിയ, അഞ്ജു അവളുടെ പപ്പയാ വിളിച്ചേ. അവൾ ഹോസ്പിറ്റലാന്ന്. നമുക്ക് വേഗം പോവാം. അയ്യോ, അവക്കെന്താ പറ്റിയേ? നമ്മൾ പോകുമ്പോഴൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതാ ഇന്ന് പോവണ്ടെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? ദേ, നിന്നോട് തർക്കിക്കാൻ എനിക്ക് സമയമില്ല. നീ വരുന്നുണ്ടെങ്കിൽ വാ, ഞാൻ പോവാ. അഞ്ജു മോളെ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, ഓക്കെയാ. എനിക്ക് വീട്ടിൽ പോയാ മതി. വീട്ടിൽ പോവാറായോ? ആ മോളെ, പോവാറായല്ലോ. അപ്പ കണ്ണനെ വിളിച്ചിരുന്നു. അപ്പൊ അവൻ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. ഒരുമിച്ച് പോവാൻ നമുക്ക്. എന്തിനാ? അതിന്റെ ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അവന് പ്രോഗ്രാമും കാര്യങ്ങളായിട്ട് തിരക്കാ. അതുകൊണ്ട് പപ്പയോട് ഇപ്പൊ തന്നെ വിളിച്ച് പറയാൻ പറ ഇങ്ങോട്ട് വരണ്ടെന്ന്. ഞാൻ നിങ്ങളുടെ കൂടെ പോരാണെന്നും പറയാൻ പറ. എത്ര തിരക്കാണെന്ന് പറഞ്ഞാലും നിനക്ക് സുഖമില്ലാണ്ടാവുമ്പോ അവൻ വരേണ്ടതല്ലേ മോളെ. നീ എന്താ ഇങ്ങനെ പറയുന്നേ? അമ്മ പ്ലീസ്, ഓരോന്ന് ചോദിക്കല്ലേ. ഞാൻ പറഞ്ഞില്ലേ അവന് തിരക്കാണെന്ന്. അതിന്റെ ഇടയിൽ എന്നെ നോക്കാൻ സമയം കാണില്ല. മാത്രമല്ല ലീലേച്ചി നാട്ടിൽ പോവാ. ഒരാഴ്ച കഴിഞ്ഞേ വരൂ. ലീലേച്ചി കൂടി ഇല്ലാത്ത സ്ഥിതിക്ക് ഈ തിരക്കിന്റെ ഇടയിൽ എന്നെ നോക്കാൻ കഴിയില്ല. അതുകൊണ്ടാ ഞാൻ പപ്പയുടെ അമ്മയുടെയും കൂടെ വരുന്നേ. ഓക്കെ, ഞാൻ ഇനി ഒന്നും ചോദിക്കുന്നില്ല. പപ്പയോട് വിളിച്ച് പറഞ്ഞേക്കാം അവനോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറയാൻ. പോരെ? കിച്ചു, കണ്ണനോട് പറ അവനിങ്ങോട്ട് വരണ്ടെന്ന്. മാത്രമല്ല മോളെയും കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവാണെന്ന്. അതെന്താ? അവൻ വരേണ്ടതല്ലേ ഈ സമയത്ത്? ശരിയാ, അവൻ വരേണ്ടതൊക്കെ തന്നെയാ. പക്ഷെ മോള് പറയുന്നേ അവന് പ്രോഗ്രാംസും കാര്യങ്ങളായിട്ട് തിരക്കിലാന്നാ. ആ സമയത്ത് വിളിച്ച് ശല്യപ്പെടുത്തണ്ടെന്നാ. ശരിയാ, എന്തിനാ വെറുതെ? ഇവിടെ ഇപ്പം നമ്മളുണ്ടല്ലോ. അത്ര സീരിയസും അല്ല. വിളിച്ച് പറഞ്ഞേക്ക് വരണ്ടാന്ന്. നമുക്ക് വേഗം വീട്ടിലോട്ട് പോവാ. ശരിയെന്നാ, ഞാൻ പറഞ്ഞോളാം. കാർ എടുത്തിട്ട് വരാം. നീ അവളെ കൊണ്ട് വാ. മോളെ, നമ്മളെത്തി. ഇറങ്ങ. എക്സ്ക്യൂസ് മീ, കുറച്ചു മുന്നേ അഞ്ജലി എന്ന് പറഞ്ഞൊരു പേഷ്യന്റ് വന്നിട്ടില്ലായിരുന്നോ? സർ, അവര് കുറച്ചു മുന്നേ ഓക്കെ ആയി പോയല്ലോ. പോയെന്നോ? വീട്ടിലോട്ട് പോയെന്നാണോ പറഞ്ഞേ? അതെ സർ. ഓക്കെ, താങ്ക് യു. നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് അവരെന്താ വീട്ടിലോട്ട് പോയേ? എനിക്കെങ്ങനെ അറിയാനാ? ഷോ, അങ്കിൾ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ടല്ലോ. സൈലന്റ് ആയിരുന്നു. ഷിറ്റ്, വിളിച്ചു നോക്കട്ടെ. ഈ അങ്കിൾ എന്താ ഫോൺ എടുക്കാത്തെ? ഹലോ. ഹലോ അങ്കിൾ. അങ്കിൾ ഇവിടുന്ന് പോയോ? അതെ മോനെ, പോയല്ലോ. നിനക്ക് ഞാൻ ഒരുപാട് വിളിച്ചു, ഫോൺ എടുക്കുന്നില്ലായിരുന്നു. ഞാൻ മെസ്സേജ് ഇട്ടായിരുന്നല്ലോ, കണ്ടില്ലേ? ഓ ഇല്ല അങ്കിൾ, ഫോൺ സൈലന്റിലായിരുന്നു. എന്നിട്ടിപ്പോ മോൻ എവിടെയാ? ഞാൻ ഹോസ്പിറ്റലുണ്ട്. ആണോ? അത് ശരി. ഞങ്ങൾ എന്തായാലും മോളെ കൊണ്ട് എന്റെ അപ്പാർട്ട്മെന്റിലോട്ടാ വന്നേ. അതെന്താ അങ്കിൾ അങ്ങോട്ട് പോയേ? വേറൊന്നല്ല, മോള് പറഞ്ഞിട്ടാ. മോഹിനി കുറച്ച് ദിവസം ബിസി ആയിരിക്കും പറഞ്ഞു, പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട്. മാത്രല്ല ലീലേച്ചി ഒരാഴ്ച നാട്ടിലോട്ട് പോവാ. അപ്പൊ പിന്നെ മോൾ അവിടെ തനിച്ച് നിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഓ അങ്ങനെയാണോ? എന്നിട്ട് അവക്കിപ്പോ എങ്ങനെയുണ്ട് അങ്കിൾ? വേറെ പ്രശ്നമൊന്നുമില്ല മോനെ. അവളിന്ന് മര്യാദക്ക് ഫുഡ് കഴിച്ചിട്ടില്ല. അതുകൊണ്ടാ ഇന്നങ്ങനെ ഫെയിന്റ് ആയി വീണേ. എന്താ മോളുടെ കയ്യിൽ കൊടുക്കണോ? അവള് കിടക്കുക. വേണ്ട അങ്കിൾ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചോളാം. എന്നാ ശരി. എന്നോക്കെ മോനെ. എന്താ കാർത്തി, എന്താ അങ്കിള് പറഞ്ഞേ? അവക്ക് പ്രശ്നമൊന്നുമില്ല. ഷീസ് ഓക്കെ നൗ. എന്നാ വാ, നമുക്ക് വീട്ടിലോട്ട് പോവാ. എന്തിന്? അവിടെ പോയിട്ട് എന്താ? നീ എന്താണ് ഇങ്ങനെ പറയുന്നേ? അഞ്ജു അവൾ വീട്ടിലല്ലേ? അവളെ കാണാനല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നേ. അതിന് അവിടെ പോയിട്ട് കാര്യമൊന്നുമില്ല. അവൾ അവിടെ ഇല്ല. അവൾ അവിടെ ഇല്ലെന്നോ? നീ എന്തൊക്കെയാ പറയുന്നേ? അവിടെ എവിടെ തൊടാതെ കാര്യം തെളിച്ച് പറയേ. അവൾ പിന്നെ എവിടെ പോവാനാ? അവള് അങ്കിളിന്റെ അപ്പാർട്ട്മെന്റിലോട്ടാ പോയെ. അതെന്തിനാ അവൾ അങ്ങോട്ട് പോയേ? എന്തായാലും വാ, നമുക്ക് അവിടെ പോയി കാണാം. അതിന്റെ ആവശ്യമൊന്നുമില്ല. നിനക്ക് എന്താടാ പറ്റിയേ?
അവൾ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞപ്പോ ഓടിപ്പാഞ്ഞു വന്നാണല്ലോ. ഇപ്പൊ വീട്ടിലെത്തിന്ന് അറിഞ്ഞപ്പോ നിനക്ക് അവിടെ പോയി കാണണ്ടേ? എന്താ നിന്റെ പ്രശ്നം? എനിക്കൊരു ചുക്കുമില്ല. എനിക്ക് പ്രാക്ടീസിന് പോണം. നിന്നെ ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യണോ അതോ എൻ്റെ കൂടെ അവിടെ ഇരിക്കുന്നോ? ഞാൻ നിന്റെ കൂടെ വരാം. അവിടെ ആരും ഇല്ലല്ലോ, എനിക്ക് ബോറടിക്കും. ഇതാകുമ്പോ നിങ്ങളുടെ പ്രാക്ടീസിലും കാണാം. ഇപ്പോ എന്തെടുക്കാവും? വീട്ടിലെത്തിയിട്ടുണ്ടാവോ? വിളിച്ചു നോക്കണോ? വേണ്ട, ഞാൻ വിളിക്കാൻ പോകുന്നില്ല. എന്നെക്കാളും വലിയ മുൻഗണന അവക്കാണല്ലോ. അവളെ കൂടെ നിൽക്കട്ടെ, എൻജോയ് ചെയ്യട്ടെ. ഞാൻ ഇങ്ങോട്ട് വന്നെന്ന് കരുതി ഒന്ന് വന്നൂടെ? അതെങ്ങനെയാ? അവളുടെ കൂടെ നടക്കാൻ പറ്റില്ലല്ലോ. നടക്കട്ടെ. മോളെ വാ, ഫുഡ് കഴിക്കാം. എനിക്കിപ്പോ വേണ്ടമ്മ, പിന്നെ കഴിച്ചോളാം. അഞ്ജു, നിന്റെ ഈ അശ്രദ്ധ കൊണ്ടാ ഇന്ന് ഹോസ്പിറ്റലായത്. ആന്റി പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? സമയത്തിന് ഫുഡ് കഴിക്കാത്ത പ്രോബ്ലം മാത്രമേ നിനക്കിപ്പോ ഉള്ളൂ. അല്ലാത്തതൊക്കെ നോർമലി എല്ലാവർക്കും ഉണ്ടാവുന്നത് തന്നെയാ. നീ വന്നേ, ഫുഡ് കഴിക്കാൻ വാ. എന്താ അഞ്ജു, എന്തു പറ്റി? നിന്റെ മുഖം എന്താ വാടിയ പോലെ? വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? ഒന്നുമില്ലമ്മ, എനിക്കിപ്പോ പ്രശ്നമൊന്നുമില്ല. പിന്നെന്താ, കണ്ണൻ വിളിച്ചില്ലേ? ആ, വിളിച്ചിരുന്നു. പാവം, ഹോസ്പിറ്റലിൽ ചെന്നപ്പോ നിന്നെ കാണാത്തോണ്ട് പപ്പക്ക് വിളിച്ചിരുന്നു. നീ എവിടെയാണെന്ന് പറഞ്ഞപ്പോഴാ സമാധാനമായ. ഇനി ഒന്നും ആലോചിക്കണ്ട, നീ ഇങ്ങ് വാ, ഫുഡ് കഴിക്കാം. ഈശ്വര, എവിടെ തിരിഞ്ഞാലും അവിടെ. എനിക്ക് വയ്യ. എന്തു പറ്റി? എന്റെ പൊന്നുമോനിന്ന് ഉറക്കമൊന്നുമില്ലേ? ഒന്ന് പോടി, പറഞ്ഞ നിനക്കത് ബാധമൊന്നുമല്ലേ? ഓ, ഞാൻ വെള്ളം കുടിക്കാൻ വന്നതാ. അഞ്ചു ഇല്ലാത്തോണ്ടാവും നിനക്ക് ഉറക്കില്ലാത്തത്, അല്ലേടാ കാർത്തി? അതൊന്നുമല്ല, അവിടെ ഇല്ലെങ്കിൽ എനിക്ക് പുല്ല. അതെ അതെ, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവൾ അവിടെയാണ് ഇനി സ്റ്റേ എന്ന് അറിഞ്ഞപ്പോ തൊട്ടുള്ള നിന്റെ ഈ ബിഹേവിയർ. ഞാൻ അത്ര പൊട്ടത്തിയൊന്നും അല്ല. അവൾ അവിടെ നിൽക്കുന്നതിൽ എനിക്കൊരു പ്രശ്നമില്ല. എന്തോ? എങ്ങനെ? ഓൻ ഒന്നുകൂടി പറഞ്ഞ്. അവനൊരു പ്രശ്നമില്ലെന്ന്. കണ്ടാലും മതി, പ്രശ്നമുണ്ടോ ഇല്ലെന്ന് ഇപ്പൊ നിന്നെ കണ്ട ആരും പറയും. നിനക്ക് അവൾ അവിടെ പോയത് ഇഷ്ടായില്ലെന്ന് നിന്റെ മുഖം വിളിച്ച് പറയുന്നുണ്ട്. നീ അവളെ പോയി കൊണ്ടുവന്നാ പോരെ? നാളെ തന്നെ പോയി കൊണ്ടുവാ. നോ ചാൻസ്, ഞാനെങ്കും പോയി അവളെ കൊണ്ടുവരില്ല. അതെന്താടാ അങ്ങനെ? നീ പോയി വിളിച്ചാലല്ലേ അവള് വരൂ. അങ്ങനെ അവള് വരണ്ട. അവളുടെ ഇഷ്ടത്തിന് പോയതല്ലേ. എന്നോടൊരു വാക്ക് ചോദിച്ചോ? ഞാൻ പറഞ്ഞു വിട്ടതൊന്നും അല്ലല്ലോ. അങ്ങനെയെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ളപ്പോ വന്നാ മതി. നീ എന്തൊക്കെ ഫൂളിഷ്നെസ് സംസാരിക്കുന്നേ? ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ നിന്റെ സമ്മതം വാങ്ങിയിട്ട് വേണോ അവൾ അവളുടെ പപ്പയുടെ കൂടെ പോവാൻ? മാത്രമല്ല, അവളുടെ പപ്പയും അമ്മയും കൊണ്ടുപോയതല്ലേ. നീ ഇതെന്തറിഞ്ഞിട്ടാ തീയ സംസാരിക്കുന്നേ? അവൾ ആര് കൊണ്ടുപോയി? അവള് പറഞ്ഞിട്ടാ അവളുടെ പപ്പ അവളെ കൊണ്ട് അങ്ങോട്ട് പോയേ. അറിയോ നിനക്ക്? അങ്ങനെയാണോ? ആണെങ്കിൽ തന്നെ അതിലിപ്പോ വലിയ പ്രശ്നം എന്താ? അവക്ക് കുറച്ചു ദിവസം അവിടെ നിൽക്കാൻ തോന്നിക്കാണും. അതിന്റെ ആവശ്യം എന്താ ഇവിടെ? ഇന്നലെ വരെ ഞാൻ തന്നെയല്ല അവിടെ നോക്കിയേ, എന്നിട്ട് പോയേക്കുന്നു. എന്തിന്? നീ എന്റെ കാർത്തി ഒരുമാതിരി സംസാരിക്കുന്നേ എനിക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. അവക്ക് അവളുടെ പപ്പയുടെ അമ്മയുടെ കൂടെ നിൽക്കാൻ തോന്നി അവള് പോയി. അതിലെന്താ ഇത്ര തെറ്റ്? മാത്രമല്ല, നീ പറഞ്ഞല്ലോ ഇന്നലെ വരെ നീയാ നോക്കിയെന്ന്. ഇന്നൊരാവശ്യം വന്നപ്പോ നീ ഇവിടെ ഉണ്ടായിരുന്നോ? നീ എന്നെ കൊണ്ട് പുറത്തു പോയതല്ലേ. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇന്ന് പോവണ്ടെന്ന്. അവക്ക് എന്തെങ്കിലും ആവശ്യം വരുന്നത്. എന്നിട്ടിപ്പോ എന്തായി? ഓക്കെ, ആ കാര്യത്തിൽ എന്റെ ഭാഗത്ത് തന്നെ ആ തെറ്റ് സമ്മതിച്ചു. ഞാൻ അത്രക്കൊന്നും ചിന്തിച്ചില്ല. അവക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നും കൂടി എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. നിങ്ങളുടെ ഒന്നും മനസ്സിലാക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല, സമ്മതിച്ചു. എന്നിട്ട് ഞാൻ അവളോട് പോയപ്പോ പറഞ്ഞതല്ലേ, എന്ത് ബുദ്ധിമുട്ട് വന്നാലും ആവശ്യം വന്നാലും എന്നെ വിളിക്കണമെന്ന്. അവള് വിളിച്ചോ? എത്ര തവണ ഞാൻ അങ്ങോട്ട് വിളിച്ചതാ? ഈ സമയം വരെ അവൾ എന്നെ വിളിച്ചിട്ടില്ല. സോ അവളെ വിളിക്കാത്തതാണ് ഇപ്പൊ നിന്റെ മെയിൻ പ്രശ്നം അല്ലേ? അതെ, അവക്കൊരു ആവശ്യം വന്നാ അവൾ എന്നെയല്ലേ ആദ്യം വിളിക്കേണ്ടത്. എന്റെ കുഞ്ഞല്ലേ അവളുടെ വയറ്റില്, അവൾ എന്റെ ഭാര്യയല്ലേ. ആ ബോധം പോലും അവൾക്കില്ലേ. എന്നിട്ട് അവളുടെ പപ്പ പറഞ്ഞാണോ ഞാൻ ഈ വിവരം അറിയണ്ടേ? അവളെ പപ്പയെ അവൾക്ക് അറിയിക്കാൻ തോന്നി. ആ സമയം അവൾക്ക് എന്നെ വിളിച്ചുകൂടായിരുന്നോ? വിളിച്ചോ? ഇല്ല. ഞാൻ ആരാ അവളുടെ? അവളുടെ ഒരു ഫോൺ കോൾ പോലും ഇതിലോട്ട് വന്നിട്ടില്ല.
ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടുമില്ല. പിന്നെ ഞാൻ ഇതൊക്കെ കാണുമ്പോ എങ്ങനെ പ്രതികരിക്കണം പറയും? എടാ, നീ പറയുന്നത് എനിക്ക് മനസ്സിലാവും. മേ ബി അവള് ഞാൻ നീ പോയത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നിന്നെ അവോയ്ഡ് ചെയ്തതാവാനാ സാധ്യത കൂടുതല്. അതുകൊണ്ട് തന്നെയായിരിക്കും അവള് പപ്പയുടെ വീട്ടിലോട്ട് പോയതും. ഓക്കെ, അതൊക്കെ എനിക്ക് മനസ്സിലായതാ. അവൾ എന്നെ അവോയ്ഡ് ചെയ്തോട്ടെ, അതിലൊന്നും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ അവൾ അവിടെ പോയി നിൽക്കേണ്ട ആവശ്യമുണ്ടോ? നീ തന്നെ പറയും. അവൾ എന്ത് പറഞ്ഞ അവിടെ പോയി നിന്നെന്നറിയോ? ലീലേച്ചി ഇവിടെ ഇല്ല, അത് ഒന്നാമത്തെ റീസൺ. പിന്നെ ഞാൻ ഇനി ഫുള്ള് ബിസി ആയിരിക്കും, പ്രോഗ്രാമും കാര്യങ്ങളായതുകൊണ്ട് എനിക്ക് അവളെ നോക്കാൻ സമയം കാണില്ലാന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ എങ്ങനെയാ? നീ തന്നെ പറയത്തിയാ. നിനക്കവളെ അസ്ഥിക്ക് പിടിച്ചിക്കണു അല്ലേടാ. അവളില്ലാണ്ട് ഒരു ദിവസം പോലും നിനക്ക് പറ്റില്ല. അങ്ങനെയൊന്നുമില്ല. അവക്ക് ഞാനില്ലാതെ പറ്റുമെങ്കിൽ എനിക്ക് അവളില്ലാതെയും പറ്റും. ആ, അത് ശരിയാ, അത് നിന്നെ കൊണ്ട് പറ്റും. അതുകൊണ്ടാണല്ലോ ഉറക്കമൊന്നുമില്ലാതെ ഇപ്പൊ നീ ഇവിടെ വന്ന് നിക്കണത്, എത്ര നേരം വായിട്ടലച്ചത് അല്ലേ? ഒന്ന് പോടി. പിന്നെ അവള് കാണിച്ചു കൂട്ടുന്നതൊക്കെ ശരിയാണോ? തെറ്റു കണ്ടാ ഞാൻ പറയും. അതാ പറഞ്ഞേ, അവള് ചെയ്തത് ശരിയായില്ല. അത് ശരിയാ. എന്നാ മോൻ നാളെ തന്നെ ചെന്ന് തെറ്റ് തിരുത്തി കൊണ്ടുപോവാ. എന്നിട്ട് 4 പെട കൊടുത്ത് അവളെ ഒന്ന് ശരിയാക്കി എടുക്ക്. നിങ്ങളെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർക്ക്. എന്റെ പട്ടി പോവും. അവൾ ഒരാഴ്ച കഴിഞ്ഞാ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നേ. അപ്പം ഞാൻ ശരിയാക്കി കൊടുത്തോളാം. ബെസ്റ്റ്. നടന്നത് തന്നെ അവളെ നീ വിളിക്കാതെ വരൂല്ല മോനെ. മിക്കവാറും നിന്റെ പട്ടി തന്നെ പോയി കൊണ്ടുവരേണ്ടി വരും. ആ ശരിയെന്നാ, ഞാൻ പോയി കിടക്കാൻ പോവാ. ഗുഡ് നൈറ്റ്. ഷിറ്റ് അഞ്ജലി, ഐ മിസ് യു സോ മച്ച്. ഇവിടെ വന്ന ഇതിനുള്ളത് ഞാൻ നിനക്ക് തരും. എന്റെ പൊന്നു വാവേ, നിന്റെ പപ്പ ഓരോ ശീലങ്ങൾ ഒപ്പിച്ച് വെച്ചിട്ട് അവന്റെ ചൂട് തട്ടാതെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഐ മിസ് യു. നീ എന്തിനാ അവളുടെ കൂടെ പോയേ? അതുകൊണ്ടല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നേ. ഏത് സമയത്താണോ എന്തോ. എന്തായാലും അവൻ വരാതെ ഞാൻ ഇനി അങ്ങോട്ട് പോകുന്ന പ്രശ്നമില്ല. കാർത്തി, എന്നാ ഞാൻ പോകുവാ. നീടെങ്ങോട്ടാടി? രാവിലെ തന്നെ പെട്ടിയും കിടക്കെടുത്ത് എവിടെ പോവാ? ഓ, നിന്റെ കൂടെയുള്ള വാസം എനിക്ക് മടുത്തു മോനെ. ഈ 3 ആഴ്ച എന്തൊരു ബോറനാടാ നീ. പണ്ട് നീ ഇത്രേ ബോറില്ലായിരുന്നു. തമാശ വിടുതിയാ. നീ എങ്ങോട്ടാ പോന്നേ? എടാ, അത് മുത്തശ്ശൻ വിളിച്ചിരുന്നു. അപ്പോ തറവാട്ടിലൊന്ന് പോയിട്ട് വരാന്ന് വിചാരിച്ചു. ഇനി കുറച്ചു ദിവസം അവിടെ നിൽക്കട്ടെ. ആണോ? എന്നാ വാ, ഞാൻ സ്റ്റേഷനിലാക്കി തരാം. അതിന്റെ ആവശ്യമൊന്നുമില്ല മോനെ. എനിക്ക് തന്നെത്താൻ പോവാൻ അറിയാം. നീ ആദ്യം അഞ്ജുവിനെ പോയി കൊണ്ടുവരാൻ നോക്ക്. 2 ആഴ്ചയായി. അവള് വേണേ വരട്ടെ, ഞാനൊന്നും പോയില്ല. നിന്റെ വാശികള കാർത്തി, ചുമ്മാ കൊച്ചുകുട്ടികളെ പോലെ. നീ വരാതെ അവള് വരില്ല. അങ്ങനെയെങ്കിൽ അവള് വരണ്ട. ദേ, നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങുവേ. മര്യാദക്ക് അവളെ കൊണ്ടുവാ. പാവം, അവൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. നീ ഈ സമയത്ത് അവളുടെ കൂടെ വേണം. പോരാത്തതിന് നല്ല മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നിട്ട് നീ ഈ വാശി കാണിച്ച് നിക്ക. നിനക്ക് നാളെ ഇല്ലേ? ഞാൻ വന്നോണ്ടാ അവളവിടെ പോയത്. അല്ലെങ്കിൽ ഇപ്പോഴും അവള് നിന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മര്യാദക്ക് നീ അവളെ കൊണ്ട് വരണം. മനസ്സിലായോ? ഞാൻ അവിടെ ചെന്നിട്ട് അവളെന്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ നാണം കെട്ടില്ലേ? നീ ധൈര്യമായിട്ട് പൊക്ക കാർത്തി. അവളൊന്നും പറയാതെ നിന്റെ കൂടെ വരും. നോക്കിക്കോ. 2 ആഴ്ചയായി. ഇത്ര ദിവസമായിട്ടും ഒരു വട്ടം പോലും ഒന്ന് വന്നില്ല. അത് പോട്ടെ, പിന്നീട് എന്നെ ഒന്ന് വിളിച്ചത് പോലുമില്ല. ദുഷ്ടൻ. എന്താ ചെയ്യാ? ഇനി ഇങ്ങോട്ട് വരില്ലേ? ഞാൻ വിളിക്കണോ? വേണ്ട, വിളിക്കില്ല. ഇങ്ങോട്ട് വരാതെ ഞാൻ പോവില്ല. അവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് മതിയായി കാണില്ല. അതാവും. അത് ശരി. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ? അതെ, ഇതൊക്കെയാണ് നിലവിലിപ്പോ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും വീട്ടില് പറയില്ലേട്ടെ ചെറിയച്ച. അതല്ല, ചെറിയച്ചും പെട്ടെന്നെന്താ ഇവിടെ വന്നേ? 4 ദിവസം മുന്നേ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞില്ലായിരുന്നു അങ്ങോട്ട് വരുന്നുണ്ടെന്ന്? അത് ശരിയാണല്ലോ, പറഞ്ഞായിരുന്നു അല്ലേ? ഞാൻ മറന്നുപോയി. നീ മറക്കും. ഇപ്പൊ മനസ്സിൽ മൊത്തം അഞ്ജലിയാണല്ലോ.
ഒന്ന് പോ. എനിക്ക് അങ്ങനെയൊന്നുമില്ല ചെറിയച്ച. ഇല്ലേ, നിന്റെ മനസ്സിൽ അഞ്ജലി ഇല്ലേ? അവളോട് സ്നേഹമില്ലേ? ആരോടാ കണ്ടാ നീ കള്ളം പറയുന്നേ? നിന്റെ ചെറിയച്ചനോടോ? അത് പിന്നെ എനിക്കറിയത്തില്ല എപ്പോഴാ എന്താ. അവളോട് എന്തൊരു ഫീലിങ്സ് എനിക്കുണ്ട്. അവളോട് വല്ലാത്തൊരു ഇഷ്ടമാണ്. എൻ്റെ മാത്രമാണെന്ന് ആർക്കും വിട്ടുകൊടുക്കാൻ തോന്നാത്തൊരിഷ്ടം. ഐ തിങ്ക് ഐ എം ഇൻ ലവ് വിത്ത് ഹർ. വാട്ട് ടു ഡു നൗ? വെരി ഗുഡ്. നിന്റെ പറച്ചിലൊക്കെ കേട്ടപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു. പിന്നെ അവളോടുള്ള ഫീലിങ്സ് നീ റിയലൈസ് ചെയ്യാത്തതായിരുന്നു നിന്റെ പ്രശ്നം. ഇനി എന്ത് നോക്കിയിരിക്കുക? അതും ആയില്ലേ. ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യണ്ട. ഗോ ഗെറ്റ് യുവർ ഗേൾ മാൻ. അതെ, ഇനി ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാനില്ല. അവളെ ഇന്ന് തന്നെ ഞാൻ കൊണ്ടുവരും. பேச்சலாம் தாலாட்டு போல என்னை உறங்க வைக்க நீ இல்லை. தினமும் ஒரு முத்தம் தந்து காலை காஃபி கொடுக்க நீ இல்லை. விழியில் விழும் தூசி தன்னை நாவால் எடுக்க நீ இங்கு இல்லை. மனதில் எழும் குழப்பம் தன்னை தீர்க்க நீ இங்கே இல்லை. അമ്മ പ്ലീസ്, എനിക്കൊന്നും വേണ്ട. എന്താണെങ്കിലും ആ ടേബിളിൽ വെച്ചാൽ മതി. അമ്മ പൊക്കോ. ഓ, അത് ശരി. ആൻറ്റിയാണെന്നാ വിചാരിച്ചേക്കുന്നത്. അതെങ്ങനെയാ അപ്പുറം തിരിഞ്ഞു കടന്ന ആരാ വന്നതെന്ന് അറിയില്ലല്ലോ. ഒന്ന് ഫോൺ പോലും ചെയ്യുന്നില്ല. വേണ്ട, വിളിക്കാൻ വേണ്ട, വരിക വേണ്ട. അത് ശരി. അപ്പൊ എന്റെ കോളും വെയിറ്റ് ചെയ്തിരിക്കലാണ് പണി. ശരിക്ക് തരാം. എന്താ നോക്കണേ? പോവണ്ടേ നമുക്ക്? എന്റെ കൊച്ചിന് സുഖല്ലേ? എന്താ ഈ മുഖം? പറയാതെ കുറെ പരിഭവങ്ങൾ വിളിച്ചു പറയുന്നുണ്ടല്ലോ. എന്തു പറ്റി? റിയലി? പിന്നെന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? അതും 2 weeks. എന്നെ സംബന്ധിച്ച് ടു മച്ച്. എന്നെ മിസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വന്നതാ. ഈ കരച്ചിലാണോ മറുപടി? അങ്ങനെയെങ്കിൽ അതിനുള്ള മറുപടി ഞാനും തരാം. You have no idea how much I missed you. These 2 weeks, I'm dying for you. എന്നോട് പറയാതെ നീ ഇങ്ങോട്ട് വന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല അഞ്ജലി. I'm your husband. നീ അത് മറന്നു. അതിനുള്ളത് തിരിച്ചെത്തിയിട്ട് ഞാൻ തരും. But now I want to taste this beautiful